ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നാട്ടിലേക്കുള്ള യാത്രയാണ്. കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് എന്നാൽ അന്ന് ഈ കൂട്ടത്തിൽ പോയേക്കാമെന്ന് കരുതി. അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് ബൈക്കും എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ആ എക്സ്പെക്റ്റഡ് ടൈം കണ്ടില്ലേ? ആ എക്സ്പെക്റ്റഡ് ടൈം പ്ലാൻ ചെയ്താണ് ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് ഇറങ്ങാൻ തന്നെ കാരണം. രാവിലെ ആ ഒരു മോർണിംഗ് വൈബ് തന്നെ പിടിക്കാം. ആ ഒരു പ്ലാനിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പം വിശപ്പിൻ്റെ വിളിയും അതുപോലെ തന്നെ ഉറക്കവും അതിശക്തമായിട്ട് വന്നതിനെ തുടർന്ന് ഞാൻ സൈഡിലോട്ട് ബൈക്കൊന്ന് ഒതുക്കി നല്ല പഴയ ക്ലാസിക് പാർലേജി നല്ല ഉഗ്രം കാപ്പിയിൽ മുക്കി കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും യാത്ര പറഞ്ഞു. ബൈക്ക് എടുത്ത സമയത്തെ അത്ര ആവേശമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരം നിർത്തിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ആ ഒരു റൈഡ് ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ എന്താണെന്നറിയത്തില്ല, ഏറ്റവും പ്രിയപ്പെട്ട ടൈമാണിത്, ഈ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. ലേറ്റ് ആകുമെന്ന് ഉറപ്പായപ്പം വിശപ്പ് കാരണം വീണ്ടും ഒരു ഹോട്ടലിൽ നിർത്തി നല്ല ഉഗ്രം മസാല ദോശയും ഒരു കാപ്പിയും കുടിച്ചിട്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. എൻ്റെ ഡെസ്റ്റിനേഷനോട് ഞാൻ അടുത്തപ്പം രാവിലെ 7 മണിക്ക് എത്തുമെന്ന് പ്ലാൻ ചെയ്ത ഞാനാണ് 9:30-10 മണിയായി. അന്നേരത്തേക്ക് വെയിൽ നല്ല പോലെ ഉറച്ചു, അത്യാവശ്യം ചൂടുമായി വന്നു. എന്തായാലും ആ വെയിലത്ത് എൻ്റെ ഡെസ്റ്റിനേഷനിൽ അവസാനം ഞാൻ എത്തി. അങ്ങനെ വെൽക്കം ടു ആദിയോഗി. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ എങ്കിലും രണ്ടും കൽപ്പിച്ച് വന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആ വെയിലത്ത് തന്നെ അവിടെ മൊത്തം നടന്നു. അവിടെ അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഒഴിയിട്ടിട്ട് വേണം കയറാൻ. ഞാൻ സത്യമായിട്ടും ഞാൻ ഷൂ ആയിരുന്നിട്ട് അതുകൊണ്ട് എനിക്ക് സോക്സ് ഉണ്ടായിരുന്നു. വെറും കാലയിൽ അവിടെ കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് സത്യമായിട്ട് എങ്ങനെ അവിടെ കൂടെ നടന്നു എനിക്കറിയാം, അതുപോലെ പൊരിഞ്ഞ് കിടക്കുവാണ്. അപ്പം ഇതിനകത്തോടൊക്കെ കയറി ദർശനമൊക്കെ നടത്തി വേണമെങ്കിൽ വരാം. ഞാൻ അകത്തോട്ട് കയറിയില്ല, ഞാൻ പുറത്തോടൊക്കെ കവർ ചെയ്ത് നടന്നതേ ഉള്ളൂ. അകത്തേക്ക് ഞാൻ കയറിയില്ല. എനിക്ക് അകത്ത് നടക്കുന്ന എന്തോന്ന് ക്ലിയറായിട്ട് അത്ര കാണത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോരുന്നതേ ഉള്ളൂ. ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടി അതിനകത്തൊന്ന് കാണാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും. ഇതിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു പില്ലേഴ്സിലെല്ലാം നാഗങ്ങളെയൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഷോ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴി, അതായത് ഈ ശിവൻ്റെ സ്റ്റാച്ചു അടുക്കുന്ന റൂട്ടിൽ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇന്ന സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് കുറേ പോസ്റ്റേഴ്സ് കാണാം. അപ്പം ആ പോസ്റ്റേഴ്സിൽ കാണുന്ന സാധനങ്ങളൊക്കെ എവിടെ എന്ന് ഞെട്ടണ്ട, കാണിച്ചു തരാം. അത് കുറച്ച് ഈ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് നേരെ തിരിച്ചങ്ങ് പോരുത്. അതായത് ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഇതേ കാണിക്കുന്നുണ്ട് ഈ വഴി അകത്തോട്ട് പോകണമെന്ന്. ഈ വഴി അകത്തോട്ട് പോവുക, കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ കുറച്ചങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാളവണ്ടി അവൈലബിളാണ്. മോഡേൺ കാളവണ്ടിയാണ് കേട്ടോ, പഴയ നമ്മുടെ ക്ലാസിക് കാളവണ്ടിയല്ല, ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള കാളവണ്ടിയാണ്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അതെടുക്കുക. ഈ വെയിലത്താണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നടക്കാവുന്നേ ഉള്ളൂ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നേരെ വെച്ച് നടക്കുക. ഇതുപോലത്തെ കുറേ സ്റ്റോറുകളും ഒക്കെ കടന്ന് ചെടികളും ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. അതൊക്കെ വാങ്ങിക്കുന്ന അസുഖമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പിടിച്ചേക്കുക, കാരണം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലത്തെ സ്റ്റോളുകളുണ്ട്. പിന്നെ ഒരു കാര്യം, ലിക്വിഡ് ക്യാഷ് കയ്യിലെടുത്തേക്കുക. എല്ലായിടത്തും ഗൂഗിൾ പേ എടുക്കത്തില്ല. അപ്പോൾ മുന്നോട്ട് വന്ന് കുറച്ചങ്ങോട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ശിവൻ്റെ വേറൊരു സ്റ്റാച്യു കൂടെ കാണും. ആ സ്റ്റാച്യു കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസിൽ കാണുന്ന കുറച്ച് പോസ്റ്റർ പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പോസ്റ്ററിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു 100 അടി നീളമുള്ള സ്നേക്കിൻ്റെ സ്കൾപ്ചർ, അതുപോലെ ത്രിമൂർത്തി, നന്ദി സ്റ്റാച്യു, അതുപോലത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്താണ്. അതായത് ഇവിടുത്തെ ഈ കൗണ്ടറിൽ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെ കണ്ട ഒരു പാമ്പിൻ്റെ സ്കൾപ്ചർ, അതിനകത്തോട്ട് കയറിപ്പോയി നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ അകത്തോട്ട് കയറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു റൂട്ടിൽ ഫ്രീ ആയിട്ട് ബട്ടർ മിൽക്ക് കിട്ടുന്ന ഈ ഒരു സ്റ്റോളുണ്ട് കേട്ടോ. പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു, നല്ല റിഫ്രഷിംഗ് ആണ്, പ്രത്യേകിച്ച് ചൂടത്ത്. എങ്കിലും കണ്ടതിൻ്റെ കൗതുകത്തിൽ ഞാൻ ഈ ഒരു
നമ്മുടെ ഗോലി സോഡ ഒരെണ്ണം വാങ്ങിച്ച് കുടിച്ചു. അതുമാത്രമേ ഞാൻ ഇവിടുന്ന് മേടിച്ചുള്ളൂ. പിന്നെ ഒരു ദിവസം വരണം ഈ ലൈറ്റ് ഷോ ഒന്ന് കാണാനും. അധികം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. കുറച്ച് സാധനങ്ങളുമായിട്ട് വന്ന് എനിക്ക് അകത്ത് കയറിയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ആ പേര് വെട്ടാതെ വീണ്ടും ഒരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്ത് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.